നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ ഇൻ ദ പിക്ചർ ബിലോ. അർത്ഥം, ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ടു കോർണേഴ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ജോയിൻഡ് ടു ദി മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ്. ഇത് എമ്മന്റെ ഒരു ഐഡിയ ആണ്. ഇവിടെ ABCD ആരാണ്? ഒരു പാരലോഗ്രാമാണ്, ഒരു സാമാന്തരികമാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന്റെ ഒരു വെർട്ടെക്സ് ആണല്ലോ, ഒരു ശീർഷമാണല്ലോ D എന്ന് പറയുന്ന പോയിന്റ്. അവിടെ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണല്ലോ ആര്? AB. അതിന്റെ മിഡ് പോയിന്റ് ആണ് ആര്? ആ Pയിലോട്ട് DP എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഒന്നുകൂടെ, ABCD ആരാണ്? പാരലോഗ്രം. ആ പാരലോഗ്രത്തിന്റെ ഒരു വെർട്ടെക്സ് ആയ, ഒരു ശീർഷമായ ഡിയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ, അതിന്റെ എതിർവശമായ എങ്ങോട്ട്? ABയുടെ മിഡ് പോയിന്റായ, മധ്യബിന്ദുവായ Pയിലോട്ട് DP എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടുണ്ട്. എങ്ങനെ? മറ്റൊരു വെർട്ടെക്സ് ആയ, മറ്റൊരു ശീർഷമായ എവിടെ നിന്ന്? ഡിയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ, എതിർവശമായ എങ്ങോട്ട്? DC അല്ലെങ്കിൽ CD. CDയുടെ മിഡ് പോയിന്റായ ക്യൂവിലേക്ക് എന്ത് വരച്ചിരിക്കുന്നു? ഒരു ലൈൻ വരച്ചിരിക്കുന്നു. എന്ത് വരച്ചിരിക്കുന്നു? ഒരു ലൈൻ വരച്ചിരിക്കുന്നു. എന്തോ ലൈനിന്റെ പേര്? BQ. എന്തോ ലൈനിന്റെ പേര് എന്താണ്? അത്രയും കാര്യം പിടി കിട്ടിയോ? ഇനി ഫിഗറിന്റെ താഴെ എന്താ ചോദ്യം? പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ്. എന്ന് പറയുമ്പോ ഏത് ലൈൻസ്? അതിനാ പേര് കൊടുത്തത്. DPയും അല്ലെങ്കിൽ PDയും BQവും PDയും BQവും എന്ത് ചെയ്യുന്നു? കട്ട് ദ ഡയഗണൽ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലെ ഡയഗണൽ ഏതാണ്? AC. ACയെ into 3 ഈക്വൽ പാർട്ട്. എത്ര പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു? 3 ഈക്വൽ പാർട്ടായിട്ട് 3 തുല്യ കഷ്ണമാക്കി മുറിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. എന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പേര് വെച്ച് എങ്ങനെ പറയാം? എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റിൽ എന്തോ തെളിയിക്കണം. അത് കിട്ടിയാലല്ലേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. AM ഈക്വൽ MN ഈക്വൽ NC എന്ന് തെളിയിക്കുമ്പോഴല്ലേ ആ ഡയഗണല്, ആ വികരണം 3 തുല്യ കഷ്ണമാകുന്നു, 3 ഈക്വൽ പാർട്ടാകുന്നു നമ്മൾ തെളിയിക്കുന്നത്. ആണോടെ? ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കി മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? നോക്കാം. എന്താണ് എക്സിനകത്ത് സബ് ക്വസ്റ്റ്യൻ എണ്ണുണ്ടോ? നോക്കാം. അപ്പൊ ചോദ്യം ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ABCD ആരാണ്? പാരലോഗ്രത്തിനെ കുറിച്ച് നിങ്ങൾ 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. 1, അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. 2, അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ. അപ്പൊ അതേ AB ആരോട് പാരലലാണ്? സമാന്തരമാണ്. അതേപോലെ തന്നെ AB എന്തിനോട് ഈക്വൽ ആണ്? CDയോട് ഈക്വൽ ആണ്. ടോട്ടൽ അത് നോക്കിക്കേ. ഇൻ ദ ഫിഗർ ABCD is a parallelogram. AB equal CD, AB parallel. ഐഡിയ എവിടെ കിട്ടിയല്ലോ. ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് ഈ P ആരാണ്? മിഡ് പോയിന്റ് ഓഫ് Q ആരാണ്? അപ്പോൾ അങ്ങനാണെങ്കിൽ PB എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് AB ആണോ? അല്ലേ? P എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ
പി തൊട്ട് ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എ തൊട്ട് ബി വരെയുള്ള ദൂരത്തിന്റെ ഇത് അപ്പുറത്ത് എങ്ങനെ പറയും പറഞ്ഞാട്ടെ? ഡി ക്യു ഈക്വൽ ഹാഫ് ഓഫ് സി ഡി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചാൽ നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയണം. പി ബി ഈക്വൽ ഡി ക്യു, ശരിയോ തെറ്റോ? കാരണം കൂടെ പറയാം. പി ബി എ ബിയുടെ ഹാഫാണ്, ഡി ക്യു സി ഡിയുടെ ഹാഫാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു പി ബി എന്തിനോട് ഈക്വൽ ആണ്? കാരണം എ ബിയും സി ഡിയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എ ബിയുടെ പകുതി എന്ന് പറഞ്ഞാലും സി ഡിയുടെ പകുതി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോ പി ബി എന്തിനോട് ഈക്വൽ ആണ്? ഡി ക്യു. ഇത് കൂടാതെ പി ബി ഡി ക്യൂവിനോട് പാരലലാണ്. ശരിയാണോ? പി ബി ഡി ക്യൂവിനോട് പാരലലാണ്. ശരിയോ തെറ്റോ? പി ബി ഈ ഡി ക്യൂവിനോട് പാരലലാണ്. ശരിയോ തെറ്റോ? കാരണം എ ബിയും സി ഡിയും പാരല. ആ എ ബിയുടെ ഒരു പാർട്ടാണ് പി ബി, സി ഡിയുടെ ഒരു പാർട്ടാണ് ആര്? ഡി ക്യു. അവർ രണ്ടുപേരും എങ്ങനെയാണ്? പാരലാണ്. ഇത് കൂടാതെ നമ്മുടെ പി ഡി ഉണ്ടല്ലോ, ആരാണ്? പി ഡി ആരോട് പാരലാണ്? ഡി ക്യൂവിനോട് പാരലാണ്. ബി ഡി ആരോട് പാരലാണ്? ഡി ക്യൂവിനോട്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഈ സംസാരിച്ചത് മൊത്തം ഇയാളെ കുറിച്ചാ. ആരെ കുറിച്ചാ? പി ബി ക്യു ഡിയെ കുറിച്ചാണ്. അയാളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? പി ബിയും ഡി ക്യൂവും ഈക്വലാണ്. പി ബിയും ഡി ക്യൂവും പാരലലാണ്. പി ഡിയും ഡി ക്യൂവും എന്താണ്? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്. എതിർവശങ്ങൾ സമാന്തരവുമാണ്, എതിർവശങ്ങൾ തുല്യവുമാണ്. അങ്ങനാണെങ്കിൽ ഈ പി ഡി ക്യൂ ഡി ആരായിരിക്കും? 9ാം ക്ലാസ് പഠിച്ചനുസരിച്ച് അപ്പൊ നമുക്ക് എഴുതി വെക്കാം. വിച്ച് എംപ്ലോയീസ് പി ബി ക്യൂ ഡി ഈസ് എ പാരലലോഗ്രാം. ഇതാരാണ്? ഒരു പാരലോഗ്രമാണ്. ഇത്രയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഓൾ സ്റ്റാൻഡപ്പ് എന്ന് വായിച്ചു നോക്കിയാൽ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓൺലൈൻകാർക്ക് ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി ബോർഡിലേക്ക് നോക്കിയിരിക്കും. അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി 2 ട്രയാങ്കിൾ പരിഗണിച്ച് ആൻസർ എഴുതുന്നതോടുകൂടി നമ്മുടെ ആൻസർ എന്തായി? കംപ്ലീറ്റ്. ഞാൻ ഇവിടെ എ ബി എൻ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടോ നോക്കണം. ഏതാ ട്രയാങ്കിൾ? എ ബി. ഇതിനകത്ത് ഒരുപാട് ട്രയാങ്കിളും ഒരുപാട് പാരലോഗ്രും ഒക്കെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഞാൻ എ ബി എന്നെന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം ഒന്ന് വരയ്ക്കുക. ഏതാ വരയ്ക്കുന്നത്? ഏത് മാത്രം വരയ്ക്കുന്നത്? ഹലോ, ഏത് മാത്രം വരയ്ക്കുന്നത്? എ ബി എൻ. അതിങ്ങനെ വരയില്ലയോ? ആരാണ്? എം പി. ആരാണ്? അപ്പോ എ എം ബൈ എം എൻ ഈക്വൽ പറട്ടെ എ പി ബൈ. ഓക്കെ, അപ്പോൾ എ എം ബൈ എം എൻ ഈക്വൽ ഞാൻ 1 എന്ന് എഴുതും. ഞാൻ 1 എന്ന് ചിത്താര സാറിന് അങ്ങനെ എന്തോ ആകാമല്ലോ. ഞങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയാലല്ലേ കുഴപ്പമുള്ളത്. എ പി ബൈ പി ബിക്ക് ഞാൻ 1 എന്ന് എഴുതി. കണക്കാണ്.
മലയാളവും ഇംഗ്ലീഷും ഒക്കെ അത് ലോജിക്കില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു ഒഴിപ്പിച്ചു വെക്കാം. ഇവിടെ എഴുതുമ്പോൾ അതിന് കൃത്യമായ ഒരു കാരണം വേണം. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചോദ്യത്തിൽ തന്നെ ഉണ്ട് കാരണം. ഓൺലൈനർക്ക് പറയാം. ആ കടവനിട്ട രാമകൃഷ്ണൻ എഴുതിയ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ പേരാണ് കോഴി. എന്താണ്? കോഴി. അതിൽ തള്ളക്കോഴി കുഞ്ഞുകോഴിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണെന്ന്. ആദ്യം പറഞ്ഞ കാര്യം മറന്നിട്ട് വന്നാൽ കണക്കിലെങ്ങും ഒരു പരിപാടി നടക്കത്തില്ല. ഈ പി എന്ന് പറയുന്ന പോയിന്റ് എ ബിയുടെ ആരാ ആണോ? അപ്പൊ എ മുതൽ പി വരെയുള്ള ദൂരം എന്താണോ അത് തന്നല്ലേ പി മുതൽ ബി വരെയുള്ള ദൂരം. അപ്പൊ ഇത് രണ്ടും ഒരേ നീളങ്ങളല്ലേ? അപ്പൊ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 കിട്ടത്തില്ലേ? കിട്ടുമോ? അപ്പൊ അങ്ങനാണെങ്കിൽ എ എം ഈക്വൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. എ എം ഈക്വൽ ഇക്വേഷൻ നമ്പർ ആ തെളിയിക്കാനുള്ള സ്ഥാനം ഞാനിവിടെ വട്ടം ഇട്ട് വെച്ചിട്ടു. നോക്കിക്കേ, എ എം ഈക്വൽ ഒരു ഭാഗമായില്ലേ? നീ ഇത് ഈക്വൽ എന്തെന്നൂടെ കിട്ടിയാൽ മതി, എൻ സി എന്ന് കിട്ടിയാൽ. രണ്ടേ, ഈ പടത്തിനകത്ത് ട്രയാങ്കിൾ ഏതാ? സി ഡി. സി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏതാ ട്രയാങ്കിൾ? സി ഡി എം. ഏതാണ്? ഇതാണ് സി, ഇതാണ് ഡി, ഇവിടുന്ന് താഴോട്ട് നസ്രേ എം, ഈ എമ്മും സിയും കൂടെ യോജിപ്പിച്ചു എം സി. ഇവരുടെ മിഡ് പോയിന്റ് ആണ് ആര്? ക്യൂ അല്ലേ? ഇവിടെ ഒരു എൻ ഉണ്ട്, ക്യൂ എൻ. പറഞ്ഞാട്ടെ, ഇപ്പൊ പറഞ്ഞ കാര്യം അപ്പുറത്തൂടെ പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. പറഞ്ഞാട്ടെ, സി എൻ ബൈ എം എൻ ഈക്വൽ സി ക്യൂ ബൈ ക്യൂ ഡി അഥവാ ഡി ക്യൂ ആണോ? അപ്പോ സി എൻ ബൈ എം എൻ ഈക്വൽ, ഇനിയും കാര്യം അറിയാം, ഇതെത്ര? 1. കാരണം ക്യൂ എന്ന് പറയുന്നത് സി ഡിയുടെ ആരാണ്? അപ്പോൾ സി എൻ ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ല, സി എൻ ഈക്വൽ എം എൻ. ഈ സി എന്നിനെ അല്ലേ എൻ സി എന്ന് വിളിക്കുന്നത്? എൻ സി ഈക്വൽ എം എൻ. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 പറയുന്നു എ എം എമ്മിനോട് ഈക്വല. ഇക്വേഷൻ നമ്പർ 2 പറയുന്നു എൻ സി എം എന്നിനോട്. തിരിച്ചു പറഞ്ഞാൽ എം എൻ എന്തിനോട് ഈക്വലാണ്? എൻ സിയോട്. അപ്പൊ ഇത് രണ്ടുകൂടെ ചേർത്ത് പറഞ്ഞു എ എം ഈക്വൽ എം എൻ ഈക്വൽ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പോ നടന്ന ഓണപരീക്ഷയിൽ ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യം കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഓൺലൈൻ കാര്യം ക്ലിയർ ആയോ? ഇനി ആരോടും പറയത്തില്ലെങ്കിൽ ഈ 2 ട്രയാങ്കിൾ എടുക്കണ്ടേ? ഇത്രയും ട്രയാങ്കിളുകളുള്ള ഫിഗറിനകത്ത് ഈ ട്രയാങ്കിളുമാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പരീക്ഷാ ഹോളിൽ എങ്ങനെ മനസ്സിലാക്കും? ഐശ്വര്യ ഇപ്പോഴത് ആലോചിച്ചത് ഇല്ലേ? അപ്പൊ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ ഇതേ അക്ഷരം തന്നെ ആകണം നിർബന്ധവും ഇല്ല. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ ഇതൊക്കെ മാറ്റി വേറെ അക്ഷരം ഇട്ട് ചോദിച്ചാൽ നമ്മൾക്കറിയണ്ടേ ഈ ട്രയാങ്കിൾ എടുത്താലേ ഇത് കിട്ടുമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല, നോ ഐഡിയ. ഏതാ? അല്ല, ഈ ആദ്യത്തെ കണ്ടോ? എ എം എം എൻ. എ എം ഇതല്ലേ എ എം?
ഇതല്ലേ എം എൻ. ഇത് രണ്ടെണ്ണം ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ ഈ പടത്തിലേത് ഏതാണ്? ട്രയാങ്കിൾ എ ബി. അപ്പൊ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആര് വരുന്നുണ്ട്? എം വരുന്നുണ്ട്. ഐഡിയ കത്തിയോ? ഐഡിയ കത്തിയോ? ഇനി രണ്ടാമത്തേത് ഇതാണ് എടുക്കേണ്ടത്. എങ്ങനെ മനസ്സിലായി? രണ്ട് എം എന്നും എൻ സിയും ഉൾപ്പെടുന്ന ട്രയാങ്കിൾ ഇതല്ലേ? ഇതല്ലേ? അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ അല്ല വേണ്ടത്, രണ്ടെണ്ണം വേണം. എമ്മോ എന്നും വേണ്ട ട്രയാങ്കിൾ അല്ല. ആദ്യത്തേനകത്ത് എ എമ്മോ എം എന്നും വരണം. എ എം എം എൻ. ഏതാ ട്രയാങ്കിളിന്റെ പേര്? അടിപൊളിയായിട്ടുണ്ട്. ഏതാ? വെറുതെ ഏതെങ്കിലും ട്രയാങ്കിൾ എടുത്തിട്ട് കാര്യമില്ല വെച്ച്. ആ ട്രയാങ്കിളിനകത്ത് നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ച ഒരു ഐഡിയയും കൂടെ അപ്ലൈ ചെയ്യണം. ഏത് ഐഡിയ? അതിന്റെ രണ്ട് സൈഡുകളെ രണ്ട് സൈഡുകളുടെ അതിലെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു വര മറ്റ് രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിൽ അല്ലെങ്കിൽ ഒരേ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു എന്ന ഐഡിയയും കൂടെ അപ്ലൈ ചെയ്യുന്ന ട്രയാങ്കിൾ വേണം എടുക്കാനായിട്ട്. റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ള അർത്ഥമല്ല, എ എമ്മും എം എന്നും ഉൾപ്പെടുന്ന ട്രയാങ്കിൾ എ ബി സി. രണ്ടാമത്തേത് എം എന്നും എൻ സിയും ഉൾപ്പെടുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ സി ഡി എം. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കാം, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം. വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ. ഓൺലൈൻ ആർക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്ന് വായിച്ചാട്ടെ. എന്താ ചോദ്യം? നിർത്തി വായിക്കണം. ഇൻ ട്രയാങ്കിൾ എ ബി സി. ശ്രദ്ധിക്ക, ഈ പടത്തിനകത്ത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ത്രികോണം ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇനി മറ്റേ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ വളരെ ശ്രദ്ധിച്ച് വായിച്ചാലേ കാര്യം പിടി കിട്ടും. വായിച്ചാട്ടെ. ദ ലൈൻ പാരലൽ ടു എ സി. ഈ പടത്തിൽ കാണുന്ന എ സിക്ക് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ട്. എവിടെ കൂടി? ത്രൂ ദ പോയിന്റ് പി. ഏത് പോയിന്റ് ആണ്? ഇനി ഈ പോയിന്റ് പി എവിടാന്നറിയാമോ? ഓൺ ബി സി ആണ്. എവിടാണ്? അപ്പൊ ബി സിയിലെ ഒരു പോയിന്റായ ഒരു ബിന്ദുവായ പിയിലൂടെ ആർക്ക് പാരലായി, ആർക്ക് സമാന്തരമായിട്ട്? എ സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു വെച്ചിരിക്കുന്നു. എന്തോ ലൈനിന്റെ പേര്? പി ക്യു. എന്താണ്? അപ്പൊ ഈ പി ക്യു ആർക്ക് പാരലാണ്? പി ക്യു ആർക്ക് പാരലാണ്? ഉണ്ടോ? അത്രയും വരെയും നമ്മൾ അല്ലേ? ഓക്കെ, തുടരൂ. മീൻസ് എ ബി അറ്റ് ക്യൂ. ഈ വരച്ച വരയുണ്ടല്ലോ, അത് എ ബിയെ എവിടെ മീറ്റ് ചെയ്യും? ക്യൂവിൽ മീറ്റ് ചെയ്യും. അത്രയും കാര്യം ഓക്കെ ആണല്ലോ? ബാക്കി വായിച്ചാട്ടെ. ദ ലൈൻ പാരലൽ ടു എ പി. ദ ലൈൻ പാരലൽ ടു എ പി ത്രൂ ക്യൂ മീറ്റ്സ് ബി സി അറ്റ് ആർ. ഇതൊക്കെ പരിപാടിയാണ്. ഇങ്ങനെ വായിച്ചേ. ദ ലൈൻ പാരലൽ ടു എ പി. ഇതല്ലേ നമ്മുടെ എ പി? ഈ എ പിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. എവിടെ കൂടി? എവിടെ കൂടി? ത്രൂ ക്യൂ. എവിടെ കൂടെയാണ് വരച്ചേക്കുന്നത്? ക്യൂവിലൂടെയാണ് വരച്ചേക്കുന്നത്. മീറ്റ്സ് ബി സി. അത് ബി സിയെ മീറ്റ് ചെയ്യുന്നു. എവിടെ? ആറിൽ. അത്രയും കാര്യം പിടി കിട്ടിയോ? ഒന്നുകൂടെ. എ ബി സി ആരാണ്? ഒരു ട്രയാങ്കിൾ. അതിലെ എ സി എന്ന് പറയുന്ന സൈഡിന് പാരലായിക്കൊണ്ട് ബി സിയിലെ ഒരു പോയിന്റായ പിയിലൂടെ ഒരു വര വരച്ചു. ആ വരയുടെ പേരെന്താണ്? പി ക്യൂ അഥവാ ക്യൂ പി. അത്രയും കാര്യം പിടി കിട്ടിയല്ലോ? ഇനി ആ പോയിന്റായ ക്യൂവിൽ നിന്ന് ബി സിയിലോട്ട്
ഈ എ പിക്ക് പാരലായിക്കൊണ്ട് അല്ലേ, ആർക്ക് പാരലായിക്കൊണ്ട്? എ പിക്ക് പാരലായിക്കൊണ്ട് ഒരു ലൈൻ വരച്ചു. എന്താണ് പേര്? എന്താണ് പേര്? അപ്പൊ ഇത്ര എമണ്ടൻ സെന്റൻസിൽ നമുക്ക് മനസ്സിലാകുന്ന രണ്ട് ഐഡിയ: പി ക്യു എ സിക്ക് പാരലാണ്, എ പി ക്യു ആറിന് പാരലാണ്. ഇത് നമ്മൾ വേറെ തപ്പിയെടുത്തോണ്ട് വന്നാന്നോ? അല്ല, ഓൾറെഡി ഇവിടുന്ന് മനസ്സിലായതാണ്. ചോദ്യം നിർത്തി നിർത്തി വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഇത്ര എങ്ങനെ പിടി കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്തരാണ് ചോദ്യം? പ്രൂവ് ദാറ്റ് ബി പി ബൈ പി സി ഈക്വൽ ബി ആർ ബൈ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹലോ, എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓൾ സ്റ്റാൻഡപ്പ്. ചോദ്യം വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? എന്തു? അതിനകത്ത് 3 ചോദ്യമുണ്ട്. അത് പേടിക്കണ്ട, ഓൾറെഡി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അതുകൂടെ കാണും. നോക്കിക്കോ. വേണ്ടേ? ഈ രണ്ട് കാര്യങ്ങൾ ചോദ്യം വായിച്ചപ്പോ നമുക്ക് മനസ്സിലായ കാര്യമാണോ? ഏത് രണ്ട് കാര്യം? പി ക്യു എ സിക്ക് പാരലാണ്, എ പി ക്യു ആറിന് പാരലാണ്. ഇത് രണ്ടെണ്ണം നോട്ടിനകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ബോർഡിലേക്ക് നോക്കാം. ഞാൻ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഏത് ട്രയാങ്കിൾ ആണ്? ശ്രദ്ധിച്ചിരിക്ക. നമ്മുടെ ട്രയാങ്കിൾ പേരെന്തോ? ട്രയാങ്കിൾ പേര് എ ബി സി. ഇതിലെ എ സിക്ക് പാരലായിട്ട് വരച്ചേക്കുന്ന വരയുടെ പേരെന്തുവാ? എ സിക്ക് പാരലായിട്ട് വരച്ചേക്കുന്ന വര പി ക്യു. എ സിക്ക് പാരലായിട്ട് വരച്ചേക്കുന്ന വരയുടെ പേരെന്തുവാ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നോട്ടൊന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞ നിങ്ങൾ. ഡി പി ബൈ പി സി ഈസ് ഈക്വൽ ടു ബി ക്യു ബൈ ഇക്വേഷൻ നമ്പർ ഇതിലൂടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൺലൈൻകാർ ക്ലിയർ ആണോ? ഇനി വേണ്ടി ഇവിടെ തന്നെയുള്ള മറ്റൊരു ട്രയാങ്കിളിന്റെ പേരാണ് ട്രയാങ്കിൾ ബി പി എ. നോക്കാം, ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. എന്താ വിളിക്കാൻ പേരെന്തോ? ബി പി എ. അതിൽ ഈ പുള്ളിക്ക് പാരലായിട്ട് വല്ലൊരു പടത്തിലുണ്ടോ? ഉണ്ട്. ആരാ? ക്യു ആർ ഉണ്ട്. ആരുണ്ട്? ക്യു ആർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറഞ്ഞാട്ടെ? ബി ആർ ബൈ ആർ പി ഈക്വൽ ബി ക്യു ബൈ ഇക്വേഷൻ നമ്പർ. ആരോട് പറയണ്ട, ഇതൊന്ന് വായിച്ചു. ഐശ്വര്യ മാഡം, ഇവിടെ ബി പി ബൈ പി സി ഈക്വൽ ബി ക്യു ബൈ ക്യു എ അല്ലേ? ഇവിടെ എന്താ കിട്ടി? എന്തെങ്കിലും പ്രത്യേകത? രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ബി ക്യു ബൈ ക്യു എന്നല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വിച്ച് ഇംപ്ലൈസ് ബി പി ബൈ പി സി ഈസ് ഈക്വൽ ടു ബി ആർ ബൈ. ഇതല്ലേ തെളിയിക്കണ്ടേ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർ ക്ലിയർ? ഈ പാഠത്തിലെ 4ാമത്തെ സെക്ഷൻ, ഈ മിഡ് സെക്ഷന്റെ നോട്ടിന്റെ മണ്ടക്കോട്ട് എഴുതുക. സെക്ഷൻ 4. മിഡ് സെക്ഷൻ. സെക്ഷൻ 4 മിഡ് സെക്ഷൻ. ഞാൻ ഈ ആദ്യം പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ
നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 51 കിടപ്പുണ്ട്. എത്ര കിടപ്പുണ്ട്? അപ്പൊ പുസ്തകത്തിലെ പേജ് നമ്പർ 51 കൂടി എടുത്തു നോക്കാം. മലയാളം എടുക്കുന്ന 51 ആണോ അപ്പു? ഓക്കെ. ആ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോ അത് വായിച്ചു നോക്കാം. ഞാൻ ABC എന്ന് പറയുമ്പോൾ സിത്താര ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ABC എന്ന് പറയുന്ന ഫോട്ടോ കോപ്പി തപ്പുവാണ്, ഇതുവരെ കിട്ടിയില്ല. ആ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് വരുവാ ഞാൻ. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു. എന്ത് വരച്ചു? ഈ ട്രയാങ്കിളിലെ, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ ട്രയാങ്കിളിലെ AB എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് ആര്? പി. ആരാണ്? ഈ പിയിലൂടെ ഈ താഴത്തെ വശം കണ്ടോ, BC, അതിന് പാരലായിട്ട് സമാന്തരമായിട്ട് ഞാനൊരു വര വരച്ചു. ആ വരയ്ക്ക് ഞാൻ PQ എന്ന് പേരിട്ടു. PQ എന്ന്. അങ്ങനാണെങ്കിൽ ഈ Q എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അയാൾ ഈ AC എന്ന് പറയുന്ന സൈഡിന്റെ അമ്മാവനായിരിക്കും. ACയുടെ ആരായിരിക്കും? മിഡ് പോയിന്റ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു വരുന്ന രീതി പിടി കിട്ടിക്കോണം. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിലെ AB എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റായ, മധ്യബിന്ദുവായ പിയിലൂടെ BCക്ക് സമാന്തരമായിട്ട്, പാരലായിട്ട് ഞാൻ PQ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. കേട്ടോ നീ? അങ്ങനാണെങ്കിൽ ഈ Q എന്ന് പറയുന്ന ലൈനുണ്ട്, പോയിന്റ് ഉണ്ടല്ലോ ഐശ്വര്യേ, അത് ഈ അനാമികെ ഈ AC എന്ന് പറയുന്ന സൈഡിന്റെ ആരായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. ആരായിരിക്കും? നോട്ട് നിർത്തി ഒന്ന് വായിച്ചേ. In any triangle, the line parallel to a side through the midpoint of another side meets the third side also at its midpoint. അപ്പോ അതിന്റെ മലയാളം ഒന്ന് വായിച്ച്. ഏതു ത്രികോണത്തിലും ഒരു വശത്തിനു സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മുട്ടുന്നതും അതിന്റെ മധ്യബിന്ദുവിലാണ്. ഓക്കെ. ദേക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ തന്നെ അവർ അതിൽ നിന്ന് പുതിയൊരു ഇൻഫർമേഷൻ പറയുന്നു. ഒരുപാട് പേരുണ്ടോ അനാമിക്ക്? ഇല്ല. വായിക്കും. എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? ഇൻ എനി ട്രയാങ്കിൾ, the length of the line, അല്ല, അതിന് മുകളിൽ സാധനോട് പറയാനുണ്ട്. On the other hand, in any triangle, the line joining the midpoints of two sides is parallel to the, ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ, രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകളെ, മിഡ് പോയിന്റുകളെ, മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരയുണ്ടല്ലോ, അത് മൂന്നാമത്തെ സൈഡിനോട് എങ്ങനായിരിക്കും? പാരലലായിരിക്കും. എങ്ങനായിരിക്കും? വൺസ് മോർ, ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ, രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകളെ, മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട്, ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര ഈ പടത്തിൽ അതാരാണ്? PQ. അയാൾ മൂന്നാമത്തെ വശമായ സൈഡായ BCയോട് എങ്ങനായിരിക്കും? പാരലലായിരിക്കും, സമാന്തരം ആയിരിക്കും. 2 പോയിന്റ് പിടി കിട്ടിയല്ലോ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് വായിക്കും. അപ്പോ ആ ബോക്സിനകത്ത് കിടക്കുന്ന രണ്ടാമത്തെ വരി വായിച്ചേ. മറിച്ച് ഏതു ത്രികോണത്തിലും രണ്ടു വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. കേട്ടോ നസ്രേ? ഓക്കെ. ഇനി നിങ്ങൾ പുസ്തകത്തിലെ പേജ് നമ്പർ 52 എടുക്കൂ. എടുത്തോ? അവിടെ ഒരു ബോക്സ് എടുക്കുന്നുണ്ടോ?
ഒന്ന് വായിച്ചാട്ട് എന്താ ബോക്സ് എടുക്കുന്നത്? ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദി. വീണ്ടും ട്രയാങ്കിൾ തന്നെ ചുറ്റിക്കറങ്ങാം. രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകളെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരയുണ്ടല്ലോ, പേര്. ഇയാളുടെ ലെങ്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ വശമായ മൂന്നാമത്തെ സൈഡായ ബി സിയുടെ പകുതിയായിരിക്കും. ബി സിയുടെ ഒന്നുകൂടെ വായിച്ചേ. ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദി ലൈൻ joining the midpoints of two sides is half the length of the third side. മലയാളം എഴുത്തിൽ അപ്പോ ഒന്ന് വായിച്ചു. അല്ല മാഷെ, സമാന്തരമാണെന്നല്ലേ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് പേജ് നമ്പർ 52 വായിക്കൂ. ത്രികോണത്തിലെ രണ്ടു വശങ്ങളുടെ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയായിരിക്കും. മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയായിരിക്കും. അതായത് പി ക്യൂവിന്റെ നീളം ബി സിയുടെ നീളത്തിന്റെ പകുതിയായിരിക്കും. ക്ലിയർ ആയോ അപ്പോ? ഓക്കെ. ദയക്ക് ക്ലിയർ ആയോ? ഓക്കെ. ഇനി വീണ്ടും അടുത്ത നോട്ട് കേട്ടോ. എന്താ വായിച്ചാട്ടെ? ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് two sides is parallel to the third side and is half its the length. അതെന്തോന്നു മനസ്സിലായി? In any triangle the line joining the midpoints of two sides in parallel to the third side ഏതാ ആയിക്കോട്ടെ is parallel. അതെ, ഒന്നുമില്ല. ഇപ്പൊ തൊട്ടു മുമ്പേ രണ്ട് കാര്യം പറഞ്ഞില്ലോ. ഞാൻ ഒരു ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്റെ മൂത്ത മകന്റെ പേര് ശലഭം എന്നാണ്. എന്താണ് ശലഭം? അപ്പൊ ഞാൻ പറയുന്നു എന്റെ പേര് ശാന്തീഷ്. ശാന്തീഷിന്റെ മകനാണ് ശലഭം. രണ്ടാമത്തെ ആളുടെ പേര് സമ്പത്തം. സമ്പത്ത്. അപ്പോ ശാന്തീഷിന്റെ മകന് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരാമോ? വീട്ടിൽ വേറെ പേരുണ്ടോന്നോ? നിക് നെയിം ഉണ്ടോന്നോ? എക്സാമ്പിൾ ആയിട്ടോ മക്കളെ പേര് പറയുന്നത്. അത് എന്നാ വർത്താനമാണ് എന്നാലും ചോദിക്കുന്നത്. നല്ല ഒറിജിനൽ ആയിട്ട്. അപ്പോ ശാന്തീഷിന്റെ മകനാണ്. നിക് നെയിം വീട്ടിൽ വിളിക്കുന്ന പേര് മൂത്ത ആളിനെ അച്ചു എന്ന് വിളിക്കും, രണ്ടാമത്തെ ആളിനെ സച്ചു എന്ന് വിളിക്കും, സാമിയാൽ സാറിന്റെ മോനെ കിച്ചു എന്ന് വിളിക്കും. ഓക്കെ. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ വീട്ടിലുള്ള മൊത്തം പേർക്ക് കൺഫ്യൂഷനാണ്. ഒരു ഇച്ചു വിളിക്കുമ്പോഴത്തേക്ക് മൂന്ന് ഇച്ചുവും കൂടെ വരും. അങ്ങനെ ഗുണമുണ്ട്. ഒരുത്തനെ വിളിച്ചാൽ 3 പേരൂടെ. അപ്പൊ ഞാൻ ചോദിച്ചത്, അപ്പോ ശാന്തീഷിന്റെ മകനാണ് സമ്പത്ത്. ഞാനിപ്പോ രണ്ടായിട്ട് പറഞ്ഞില്ലേ? ഇത് രണ്ടൂടെ ചേർത്ത് നിങ്ങൾ ഒറ്റ വാചകമാക്കി പറഞ്ഞു. മക്കളാണ് ശലഭം സമ്പത്തും. ആദ്യം പറഞ്ഞ കാര്യം, ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകളെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിനോട് മൂന്നാമത്തെ സൈഡിനോട് പാരല്ല എന്ന് പറഞ്ഞു. തൊട്ടു മുമ്പേ പറഞ്ഞു ആ വര അല്ലെങ്കിൽ അതിന്റെ നീളം മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയാണ്. എന്നോട് ചേർത്ത് പറയും. ഒരു ട്രയാങ്കിളിലെ രണ്ട് വശങ്ങളുടെ രണ്ട് സൈഡുകളുടെ മധ്യബിന്ദുക്കളെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര ഇനി ചേർത്ത് പറഞ്ഞാൽ മതി. മൂന്നാമത്തെ വശത്തിനോട് പാരലലും സമാന്തരവും. ഇതിന്റെ നീളം മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയുമായിരിക്കും. അപ്പൊ നമ്മൾ രണ്ടാമതും മൂന്നാമതും പറഞ്ഞ കാര്യം കമ്പൈൻ ചെയ്ത് ഒറ്റ കാര്യമാക്കി അങ്ങ് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. ഓൺലൈൻ കാർ ക്ലിയർ ആയോ? ഓൾ സ്റ്റാൻഡ് അപ്പ് വായിച്ചു നോക്കി അത്രയും കാര്യങ്ങള്. എല്ലാവരും ബോർഡിലേക്ക് നോക്കിയിരുന്നേ. ഞാൻ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. എന്താ വരച്ചിരിക്കുന്നു? എ ബി സി. അതിൽ ബി സി എന്ന് പറയുന്ന പാരലലായിട്ട് സമാന്തരമായിട്ട് ആരെ വരച്ചേക്കുന്നു?
പി ക്യൂവിനെ വരച്ചേക്കും. ഇത് വരച്ചേക്കുന്നു. എന്നിട്ട് ഒരു റിലേഷൻ വെച്ചേക്കുന്നുണ്ടോ? വായിച്ചേ. എ പി ബൈ എ ബി ഈക്വൽ എ ക്യൂ ബൈ ക്യൂ സി ഈക്വൽ. ഇതെങ്ങനെ കിട്ടി എന്ന് ഞാൻ വിശദീകരിക്കുന്നതിന് അതൊരു ചെറിയ പ്രശ്നം നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യും. എന്നാലും ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കാനുള്ള മറ്റൊരു പാഠത്തിന്റെ പേരാണ് സിമിലർ ട്രയാങ്കിൾസ്. എന്താണ് സിമിലർ ട്രയാങ്കിൾ? ഉടനെ നമുക്കുണ്ട് സാർ. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി ക്ലിയർ ആവത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാൻ പോയത്. എടാ, ഈ പി ക്യൂ വരച്ചു കഴിയുമ്പോഴേ ഈ പടത്തിൽ എ പി ക്യൂ എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാങ്കിളും ട്രയാങ്കിളും അത് തന്നെ എ ബി സി എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിളും എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നത് പണ്ട് രാജാവ് ഉണ്ടായിരുന്നു, പുള്ളി പ്രായമായപ്പോ മരിച്ചു പോയെന്നും കഥ കേൾക്കുന്നപോലെ കേട്ടാൽ മതി. കാരണം പിന്നെ നമ്മൾ എന്ത് പഠിക്കത്തുള്ളൂ? സിമിലർ ട്രയാങ്കിൾ പഠിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഐഡിയ ആകത്തുള്ളൂ. ഇവിടുത്തെ ആംഗിൾ എയും ഈ ആംഗിൾ എയും ഈക്വൽ ആണോ? ആണ്. കാരണം രണ്ടു പറഞ്ഞ തന്നെ വലിച്ചപ്പോ രണ്ടിടത്തായി പോയെന്നേ ഉള്ളൂ. ഇനി ഈ പി എന്ന് പറയുന്ന ആംഗിളും ഈ ബി എന്ന് പറയുന്ന ആംഗിളും ഈക്വലാ. കാരണം അത് ഈ പാഠത്തിന്റെ ബേസിക് ഞാൻ പഠിപ്പിച്ച ഇത് രണ്ടെണ്ണം രണ്ട് പാരലൽ ലൈനാ. അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിളാണ്, സമസ്ഥാനീയ കോണുകളാണ് ഇവർ രണ്ടുപേരും. അതേ കാരണം കൊണ്ട് തന്നെ ആംഗിൾ ക്യൂവും ആംഗിൾ സിയും എങ്ങനായിരിക്കും? അപ്പോൾ ഐശ്വര്യയെ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ട്രയാങ്കിളും അല്ല. വരച്ചേക്കുന്ന കണ്ടാലേ അറിയാമല്ലോ ഈക്വൽ അല്ലെന്ന്. സിമിലർ ആന്ന് പറയും. എന്താന്ന് പറയും? സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡുകൾ പ്രപ്പോർഷണൽ ആയിരിക്കും. ആനുപാതികം. 8ാം ക്ലാസ് പഠിച്ചൊരു പാഠമാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. പഠിച്ചില്ലല്ലോ? ഓക്കെ, പഠിക്കുന്ന. പിന്നെ സൈഡുകൾ എങ്ങനെ ആയിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ആ പ്രപ്പോർഷണലാണ് ഞാൻ ഡി എഴുതി വെച്ചേക്കണം. വായിച്ചാട്ടെ. എ പി ബൈ ഈക്വൽ എ ക്യൂ ബൈ എ സി. എ ക്യൂ ബൈ അല്ലല്ലോ, എ പി ബൈ എ ബി ഈക്വൽ ഇവിടെ എഴുതാം എ ക്യൂ ബൈ എ സി. ഇവിടെ എത്തിയത് എ ക്യൂ ബൈ എ സി ഈക്വൽ പി ക്യൂ ബൈ. തൽക്കാലം ഇതിപ്പോ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുക. നമുക്ക് സിമിലർ ട്രയാങ്കിൾ പഠിച്ചു കഴിയുമ്പോൾ ഇത് എന്താണെന്ന് കുറച്ചുകൂടെ ഐഡിയ ക്ലിയർ ആവും. അപ്പൊ ഒന്നുകൂടെ, എ ബി സി എന്ന് പറയുന്ന ആരാണ്? ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം. അതിൽ പി ക്യൂ ആരാണ്? ബി സിക്ക് മിഡ് പോയിന്റിനോടൊന്നും ഞാൻ പറഞ്ഞില്ല. ബി സിക്ക് പാരലായിട്ട് വരച്ചിരിക്കുന്ന, ബി സിക്ക് സമാന്തരമായി വരച്ചിരിക്കുന്ന ഒരു വരയാണ്. എങ്കിൽ എന്താണ് സൈഡുകൾ തമ്മിലുള്ള ബന്ധം? എ പി ബൈ എ ബി ഈക്വൽ എ ക്യൂ ബൈ എ സി ഈക്വൽ പി ക്യൂ ബൈ ബി സി ആയിരിക്കും. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓൺലൈൻ ക്ലിയർ ആയോ? അപ്പൊ ക്ലിയർ നോക്കാം. ചോദ്യം വായിക്കൂ. ഇൻ ദ പിക്ചർ the midpoints of a triangle are joined to form a smaller triangle inside. അപ്പോ ഇതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ വശത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. ബോർഡിലേക്ക് നോക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഈ പടത്തിൽ ഏറ്റവും വെളിയിലുള്ള ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ പേരെന്തുവാ? ആണല്ലോ, എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. ബി സിയുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. ചിത്താരെ ഇവിടെ എ സിയുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. ഇവരെ 3 പേരെ യോജിപ്പിച്ചുകൊണ്ട്, ആരെ 3 പേരെ? പിയെയും ക്യൂവിനെയും ആറിനെയും യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ
ഒരു ചെറിയ ത്രികോണം എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി പടത്തിന്റെ താഴെ ചോദ്യം വായിച്ചാട്ടെ. ഹൗ മെനി ടൈംസ് the perimeter of the small triangle is the perimeter of the large triangle. What about their areas? ഒന്നുമില്ല. ചെറുതിന്റെയും വലുതിന്റെയും കൂടെ പെരിമീറ്ററുകൾ ഒന്ന് കമ്പയർ ചെയ്ത് പറയണം, താരതമ്യപ്പെടുത്തി പറയണം. വലുതിന്റെയും ചെറുതിന്റെയും ഏരിയയായി എന്ത് ചെയ്യണം? ഒന്ന് കമ്പയർ ചെയ്ത് പറയണം, താരതമ്യപ്പെടുത്തി പറയാം. ഒന്നിന്റെ ഇത്ര മടങ്ങാണ് രണ്ടാമത്തേത്, അല്ലെ അതിന്റെ ഇത്ര പാർട്ടാണ് എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ചോദ്യം പിടികിട്ടി എല്ലാവർക്കും? ഓക്കെ. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ചോദ്യം ക്ലിയർ ആയോ? ഓക്കെ. ഹലോ ഹലോ ഹലോ. ഇപ്പോൾ തൊട്ട് മുമ്പേ പഠിച്ച 3-4 നോട്ടുകൾ വെച്ചിട്ടാണ് നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ പോകുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ബുക്ക് അടച്ചു നോട്ടും ബുക്കും എല്ലാം അടച്ചു നോക്കിയേ. ഈ പിയും ക്യൂവും ആറും ഒക്കെ ആരാണ്? മിഡ് പോയിന്റ്സ്. എന്താണ്? AC ഈക്വൽ ഏതാ? 2 into PR. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഇതാണ് AC. ഈ AC എന്ന് പറയുന്നത് ഈ PR-ന്റെ നീളത്തിന്റെ ഇരട്ടിയാണ്. കാരണം ബാക്ടീരിയ ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകളുടെ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിനോട് പാരലലും അതിന്റെ നീളം മൂന്നാമത്തെ സൈഡിന്റെ നീളത്തിന്റെ പകുതിയായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഈ നീളത്തിന്റെ ഇരട്ടിയല്ലേ ഇപ്പുറത്ത്? ആണോ? ഞാൻ അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ AB ഒന്ന് പറഞ്ഞ ഇതുപോലെ AB 2PQ ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ അടുത്ത നീളം BC ഈക്വൽ 2RQ. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇക്വേഷൻ നമ്പർ 3. ഓൺലൈൻകാർക്ക് ഇത് എഴുതിയ ഐഡിയ എവിടെ കിട്ടിയോ? കിട്ടിയില്ലേ? നോക്കാം. ആദ്യം ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ട് ഏറ്റവും വെളിയിൽ കാണുന്നത്. അതിൽ BCയുടെ മിഡ് പോയിന്റ് അല്ലേ P? മധ്യബിന്ദു അല്ലേ P? ABയുടെ മധ്യബിന്ദു അല്ലേ മിഡ് പോയിന്റ് അല്ലേ R? ഇവരെ രണ്ടുപേരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു വര വരച്ചാൽ ഈ വരയെ കുറിച്ച് നമ്മൾ അല്പം മുമ്പ് എന്ത് നോട്ടത്തിൽ പഠിച്ചത്? അത് മൂന്നാമത്തെ സൈഡായ AC-യോട് സമാന്തരവും ഇതിന്റെ നീളം AC-യുടെ നീളത്തിന്റെ പകുതിയായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ AC-യുടെ നീളം ഇതിന്റെ നീളത്തിന്റെ ഇരട്ടി. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? അത് വെച്ചിട്ടാണ് 3 സ്റ്റെപ്പുകൾ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി മുകളിലേക്ക് നോക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഇവിടെ നോക്കിയിരിക്കണം. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? 3 സൈഡിലൂടെ കൂട്ടണം. പറഞ്ഞാട്ടെ. AB പ്ലസ് BC പ്ലസ് AC. ഇതിൽ AB എന്തെന്ന് നിങ്ങൾ വെച്ചേക്കുന്നു? 2PQ പ്ലസ് BC പ്ലസ് 2RQ പ്ലസ് AC 2PR. രണ്ടിടത്തു നിന്നും അല്ല 3 നിന്നും നിങ്ങൾക്ക് ആരെയെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? ആരെടുക്കാം? 2 എടുക്കാം. അപ്പൊ 2 into PQ പ്ലസ് RQ പ്ലസ് ഈക്വൽ 2 into ഈ PQ പ്ലസ് QR പ്ലസ് PR എന്ന് പറയുന്നത് എന്തോ? PQ പ്ലസ് RQ പ്ലസ് PR.
അതിനകത്ത് കിടക്കുന്ന പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ? 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ അപ്പൊ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ചുറ്റളവിന്റെ 2 മടങ്ങാണ്, ഇരട്ടിയാണ്, 2 ടൈംസ് ആണ്, ഡബിൾ ആണ്, ട്വൈസ് ആണ്. ആരുടെ പെരിമീറ്റർ? എ ബി സിയുടെ പെരിമീറ്റർ. അപ്പൊ രണ്ടുപേരുടെ പെരിമീറ്റർ തമ്മിലുള്ള ബന്ധം പിടികിട്ടിയോ? വൈകാപിച്ചു രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പിടികിട്ടിയോ? പിടികിട്ടി. ഓൾ സ്റ്റാൻഡേർഡ് ഏരിയല്ല ഇവിടെ വരുന്നത് പെരിമീറ്റർ, ചുറ്റളവാണ് കേട്ടോ, പെരിമീറ്റർ. അപ്പൊ ചെറുതിന്റെ പെരിമീറ്ററിന്റെ ചുറ്റളവിന്റെ 2 മടങ്ങാണ്, 2 ടൈംസ് ആണ്, ഇരട്ടിയാണ്, ട്വൈസ് ആണ് വലുതിന്റെ പെരിമീറ്റർ ചുറ്റളവ്. ഇനി ചോദ്യം തീർന്നോ? ഇല്ല. ഏരിയയെ കുറിച്ച് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ഇതെല്ലാം ഉറയ്ക്കണം കേട്ടോ. ഒറ്റ സെന്റൻസ് ഉള്ളു ഏരിയയുടെ കാര്യം. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഈ പടം കണ്ടോ? ഈ പടം 1, 2, 3 ഞാനിപ്പോ വരച്ചേക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് ഷേപ്പ് വ്യത്യാസമൊക്കെ തോന്നും. ഞാനത് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചേക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലൊരു ട്രയാങ്കിള് മെഷർമെന്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വരയ്ക്കുവാണെങ്കിൽ ഈ 4 ട്രയാങ്കിളുകളും പോരട്ടെ 4 ട്രയാങ്കിളുകളും ഈക്വൽ ആയിരിക്കും. 4 ട്രയാങ്കിൾ എങ്ങനെ ആയിരിക്കും? 4 തുല്യ ത്രികോണങ്ങൾ നമുക്ക് കിട്ടും. 4 തുല്യ ത്രികോണങ്ങൾ. അപ്പൊ വലുതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 എണ്ണം. എത്രണ്ണമുണ്ട്? ചെറുതിനകത്തോ? 1 എണ്ണം. എത്രണ്ണമുണ്ട്? വലിയ ത്രികോണത്തിനകത്ത് ചെറിയ 1, 2, 3, 4 ത്രികോണവും ചെറുതിനകത്ത് ഒരു ചെറിയ ആള്. അപ്പൊ ഒന്ന് വായിച്ചാൽ സെന്റൻസ് ഒന്ന് വായിച്ചു. വായിച്ചു. സിൻസ് all 4 triangles are congruent triangles. ആ വാക്ക് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പഠിച്ചില്ലേ? അതിന് പകരം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാക്കാണത് കോൺഗ്രുവൻസ്. അതിന്റെ മണ്ടക്കോട്ട് ഈക്വൽ എന്ന് എഴുതിയിട്ടേ. അപ്പോ ചെറിയ ട്രയാങ്കിളിന്റെ ചെറിയ ത്രികോണത്തിന്റെ ഏരിയയുടെ പരപ്പളവിന്റെ 4 മടങ്ങാണ്, 4 ടൈംസ് ആണ് ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്? വലുതില്ലേ. അങ്ങനെ 4 മടങ്ങാണ്. എങ്ങനെ മനസ്സിലായി? ചെറുത് 4 എണ്ണം ചേർന്നപ്പോഴാണ് വലുതുണ്ടായത്. ചെറുത് 4 എണ്ണം ചേർന്നപ്പോഴാണ്. അപ്പൊ ചെറുതിന്റെ ഏരിയയുടെ 4 ടൈംസ് ആണ് ആയിഷേ വലുതിന്റെ ഏരിയ. അപ്പോ ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പൊ അത്ര അവിടെ നിൽക്കട്ടെ. നമുക്ക് 2ാമത്തെ കണക്ക് മുതലുള്ളത് ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പഠിക്കാം. എന്താ പറയേ?